ഹായ്, ഇന്ന് ഞാൻ ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമുക്കെല്ലാവർക്കും ചെറുപ്പത്തിലേ തൊട്ട് പരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്താണെങ്കിലും നമുക്ക് ഈ പോകുന്ന വഴി കാണാം എങ്ങോട്ടേക്കാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ എറണാകുളത്താണ് ഇപ്പോൾ ഇവിടുന്ന് മെട്രോ എടുത്ത് എനിക്ക് പോകുന്നതാണ് എളുപ്പം. റോഡിലെ തിരക്കും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കാനും. അങ്ങനെ ഞാൻ ഇവിടുന്ന് മെട്രോ എടുത്തു, നേരെ മഹാരാജാസിൻ്റെ അവിടെ ഇറങ്ങി. അവിടുന്ന് പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വൈകിട്ട് ടൈമാണ്, സൺസെറ്റൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നേരെ സുഭാഷ് പാർക്കിലേക്ക് തന്നെ പോകുന്നത്. എനിക്ക് ഈ റോഡ് പിന്നെ ആ പാർക്കിൻ്റെ അവിടെ ഇരിക്കുന്ന സ്ഥലവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കാമാണ്. വൈകിട്ടാകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ വരും, കളിക്കും, നിറയെ പക്ഷികളൊക്കെ കാണും. പിന്നെ ഷിപ്പ് യാർഡും അങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. നല്ലൊരു കാറ്റും. എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. രാവിലെ അങ്ങനെയൊന്നും വരാറില്ല. വൈകിട്ട് സമയങ്ങളിൽ ഞാൻ ഇടയ്ക്ക് വരും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, നിറയെ പക്ഷികളാണ്. ഞാനിതിൽ ഓഡിയോ സെപ്പറേറ്റ് ഒന്നും ആഡ് ചെയ്യാത്തത്, അതായത് മ്യൂസിക്കൊന്നും ആഡ് ചെയ്യാത്തത് ഇവിടുത്തെ നാച്ചുറലായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചാട്ടോ. അങ്ങനെ പതിയെ ഞാൻ അവിടെ നിന്ന് മാറി ഒരു സീറ്റ് കണ്ടുപിടിക്കാൻ നോക്കി. പക്ഷേ പതിവിലും തിരക്കായിരുന്നു എന്ന്. എനിക്കൊരു സീറ്റ് പോലും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇതിലേ കൂടിയൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നു. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ സൺസെറ്റ്, ആ വെള്ളത്തിലെ ആ റിഫ്ലക്ഷനും ഒക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു മോട്ടിവേഷൻ ഇടയ്ക്ക് വരും. അങ്ങനെ പതിയെ സൂര്യൻ താഴത്തോട്ട് പോയി തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇനി അധികം ലേറ്റ് ആകണ്ട, പോയേക്കാന്ന് വിചാരിച്ചു. ഇവിടെ കണ്ടോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വൈകിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. ഈ ജോലിയുടെ തിരക്കുകളും പിന്നെ കുട്ടികളുടെ പഠിത്തവും ഒക്കെ കഴിഞ്ഞ് ഒന്ന് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഫാമിലി വരുന്നുണ്ട് ഇവിടെ. ഇടയ്ക്ക് ഞാൻ വരുമ്പോൾ ആരും തന്നെ കാണാറില്ല. ഇത്രയും തിരക്കൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലീസ് ഒരുപാട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പക്ഷികളും കാഴ്ചകളും ഒക്കെ കാണാൻ തന്നെ വളരെ റിഫ്രഷിങ് ആ മൈൻഡ്. അങ്ങനെ പതിയെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഇനിയുള്ള ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടോ കിട്ടുക എന്നുള്ളതാണ് പോകേണ്ട സ്ഥലത്തേക്ക്. എനിക്ക് വേറെ എങ്ങോട്ടുമല്ല പോകേണ്ടത്, KSRTC. എനിക്ക് KSRTC യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടൈം കിട്ടാത്തതുകൊണ്ട് എനിക്കങ്ങനെ പോകാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ എടുത്തേക്കാമെന്ന് വിചാരിച്ചു.
ശരിക്കും പറഞ്ഞാൽ ഈ വഴി തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. നോക്ക്, ആ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും നല്ല തണലും, അതുപോലെ നിങ്ങളാ വരുന്നത് ഉണ്ടാവും, അത് കൊച്ചി മെട്രോയുടെ മെട്രോ കണക്റ്റ് എന്നാണ് പറയുന്നത്. ഈ വരുന്ന ഈ ബസ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മെട്രോ സ്റ്റേഷൻസും അതുപോലെ മെട്രോ ടെർമിനൽസും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു മെട്രോ കണക്റ്റാണ്. നമുക്ക് കുറച്ചുകൂടെ ട്രാൻസ്പോർട്ടേഷനും നമ്മുടെ ഈ യാത്രകളൊക്കെ ഒന്നുകൂടെ ഒരു സുഖപ്രദമാക്കാനായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കൊച്ചി മെട്രോയുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടൈം ടേബിളും ഫെയറും ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാനും പറ്റും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഓട്ടോ കിട്ടി. ആ ഓട്ടോയ്ക്ക് ഞാൻ നേരെ KSRTCയിലേക്ക് തന്നെ പോകാമെന്ന് വെച്ചു. കാരണം ഇനി എനിക്ക് വേറെ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള ടൈമില്ല, തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം നിറയെ ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. ആക്ച്വലി എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ലൈവായിട്ട് ഇരിക്കും, നമുക്ക് ഒരിക്കലും ഒരു മടുപ്പ് തോന്നില്ല. എപ്പോഴും ലൈവായിരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങൾ വരും. എന്തെങ്കിലും നമുക്ക് എല്ലാവരും ഇങ്ങനെ വർക്കിംഗ് ആയിട്ട് പോകുന്നതൊക്കെ കാണുമ്പോഴും കുറേ പ്രൊഫഷണൽസൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴും ഷോപ്സ് ലൈറ്റപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണുമ്പോഴും നമുക്ക് ഉള്ളിൽ നിന്നൊരു ചെറിയൊരു മോട്ടിവേഷൻ ഉണ്ടാകും. എനിക്കുണ്ടാകും കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടും കൊച്ചി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു പ്ലേസാണ്.